എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും കടബാധ്യത മാറുന്നില്ല, കുടുംബത്തിന് അനുഗ്രഹമില്ല, ജോലി ശരിയാവുന്നില്ല. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, തമ്പുരാൻ കാണിച്ച കരുണ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാനുമായി ഇടപഴകുന്ന വ്യക്തികൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയോ, എനിക്ക് കൊടുക്കാൻ പറ്റിയോ? പറ്റിയില്ലെങ്കിൽ അത് തിരുത്തിയാൽ മാത്രം മതി നിൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ കടന്ന് തമ്പുരാൻ്റെ പക്കലെത്താൻ, അതിൻ്റെ ഫലം നിനക്ക് കിട്ടാൻ. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, എത്രയാ പ്രാർത്ഥിക്കണം, എത്രയാ ത്യാഗം ചെയ്യണേ എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ച് ചിന്തിക്കുക. എൻ്റെ ഭാഗത്ത് കരുണ കൊടുക്കേണ്ടവർക്ക് ഞാൻ കരുണ കൊടുക്കാതെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് പറയുക. എന്ന് വെച്ചാൽ കരുണയുടെ ഏറ്റവും വലിയ വേദി കുമ്പസാരക്കൂട, ഏറ്റവും വലിയ വേദി കുമ്പസാരക്കൂട. ഓടണം, അങ്ങേക്ക് അവിടേക്ക് ഓടണം, അവിടെ ചെല്ലണം. ഞാൻ മാപ്പ് കൊടുക്കാത്ത വ്യക്തികളെ, ഞാൻ ഒഴിവാക്കി നിർത്തിയ വ്യക്തികളെ, ഞാൻ ക്ഷമിക്കാത്ത സാഹചര്യങ്ങളെ എല്ലാം ഏറ്റുപറയണം, എല്ലാം ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ഈശോയുടെ കരുണ യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ കരുണ അനുഗ്രഹങ്ങളായി ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ സാക്ഷികളായി നമുക്ക് മാറാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ഈ കരുണയുടെ പ്രത്യേകതയാണ്.